ആനിറ്റോ മിസ്സാണ്. അപ്പൊ എല്ലാ മക്കളും ഇതാ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് വെക്കേഷന്റെ ഒരു വൈബിലായിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മക്കൾക്ക് എല്ലാവർക്കും ഓണം? നമുക്കറിയാം ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു, അതുപോലെ തന്നെ സ്കൂളുകളിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. സ്കൂളുകളിൽ മാത്രമൊന്നുമല്ല, നമ്മുടെ വീട്ടിലും ഇതുപോലെ തന്നെ പൂക്കൾ ഇടുന്നു, അതുപോലെ തന്നെ ഓണസദ്യ കഴിക്കുന്നു, ഓണക്കളികളിൽ ഏർപ്പെടുന്നു. അങ്ങനെ ധാരാളം ഫുൾ എൻജോയ്മെന്റ് ചെയ്യുന്ന കുറച്ച് നിമിഷങ്ങളായിരുന്നു, കുറച്ച് ദിവസങ്ങളായിരുന്നു അല്ലെ ഇപ്പൊ കടന്നുപോയത്. അപ്പൊ എനിവേ, നിങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്, അടിപൊളിയായിട്ട് ജീവിതം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് എന്നൊക്കെ മിസ്സിന് അറിയാം. പക്ഷെ അതിന്റെ കൂടെ തന്നെ എങ്ങനെ നമുക്ക് നല്ല മിടുക്കന്മാരും മിടുക്കികളും ആകാം എന്നും കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടേ. ഇപ്പൊ നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ചെറിയ മക്കളാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക്, അതായത് 3ാം ക്ലാസ്സിലേക്കും 4ാം ക്ലാസ്സിലേക്കും പിന്നീട് അങ്ങോട്ടേക്ക് 10ാം ക്ലാസ്സിലേക്കും അതിനുശേഷം നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരു നല്ല കുട്ടിയായത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു മിടുക്കന്മാരും മിടുക്കികളും ആയത് എന്ന് ചിലപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? നമ്മൾ അതിനുവേണ്ടി കുറച്ച് നല്ല നല്ല ശീലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെറുപ്പം തൊട്ടേ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പാലിച്ചു വെക്കേണ്ട കുറച്ച് നല്ല ശീലങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ ആ നല്ല ശീലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊരു പാട്ടിലൂടെ അങ്ങ് പഠിച്ചാലോ? ഓക്കെ, അപ്പൊ എല്ലാ മക്കളും ഇതാ മിസ്സിന്റെ കൂടെ അടിപൊളിയായിട്ട് നമുക്കൊരു കുട്ടി പാട്ട് പഠിച്ചു തന്നെ നമുക്ക് അങ്ങ് ആരംഭിക്കാം അല്ലെ. പാട്ട് പാടിയാലോ? ഒരു സെറ്റല്ലേ? ഓക്കെ. രാവിലെ ഉണരണം, പല്ല് നന്നായി തേക്കണം, ദിവസവും കുളിക്കണം, ഉടുപ്പുകൾ ധരിക്കണം, കൈകൾ രണ്ടും കഴുകണം, ഭക്ഷണം കഴിക്കണം, പാഠങ്ങൾ പഠിക്കണം, നല്ലവരായി മാറണം. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മൾ പാലിക്കേണ്ട കുറേ ശീലങ്ങളെ പറ്റിയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നത്. എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്? രാവിലെ നമ്മൾ ഉണരണം അല്ലെ. അപ്പൊ എന്റെ മക്കളൊക്കെ എപ്പോഴും എഴുന്നേൽക്കുന്നേ? ഒരു 7 മണി 8 മണിയൊക്കെ ആ ഒരു സമയത്താണോ എന്റെ മക്കൾ എഴുന്നേൽക്കുന്നേ? അല്ലെങ്കിൽ അതിനേക്കാളും സമയത്തിന് ശേഷമാണോ എന്റെ മക്കൾ എഴുന്നേൽക്കുന്നേ? അപ്പൊ മക്കളെ, ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങൾ ഈ ശീലങ്ങളൊക്കെ പാലിച്ചൊന്ന് തുടങ്ങിക്കോ. രാവിലെ എന്ത് ചെയ്യണം? എന്റെ മക്കൾ എഴുന്നേൽക്കണം. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും കണ്ണൊക്കെ ഒന്ന് തുറന്ന് ബെഡും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് വിരിച്ച് നല്ല ഉഷാറായിട്ട് നല്ല ഒന്നാന്തരം പൊന്നോമനകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ ഒരു ദിവസം നിങ്ങൾ ആരംഭിക്കണം. അപ്പൊ രാവിലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണടാ? എഴുന്നേൽക്കണം. അതുപോലെ തന്നെ എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പല്ലൊക്കെ തേക്കാറുണ്ട് അല്ലെ. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ പല്ല് തേക്കണം. അതുപോലെ തന്നെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പല്ലൊക്കെ തേക്കുക, ബ്രഷൊക്കെ എടുക്കുക, നല്ല രീതിയിൽ ഉരച്ചൊരച്ചൊരച്ച് നിങ്ങളുടെ പല്ലിലെ എല്ലാ വൃത്തികേടുകളും ഒക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ പല്ലൊക്കെ തേച്ചിട്ട് നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കണം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? ദിവസവും കുളിക്കണം. രാവിലെ വൈകുന്നേരം ഒക്കെ കുളിച്ചു നല്ലതല്ലേ. പക്ഷെ നിങ്ങൾ തലയൊക്കെ നനയ്ക്കുന്നുണ്ടെങ്കിൽ 2 നേരം ഒന്നും തല നനയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾ സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ ദിവസവും കുളിക്കണം. പിന്നീട് എന്താണ്? നല്ല നല്ല കുപ്പായമൊക്കെ ഇടണം, നല്ല നല്ല ഡ്രസ്സൊക്കെ ഇടണം. ഇപ്പൊ പിന്നെ വെക്കേഷൻ സമയമാണ്, നിങ്ങൾ ധാരാളം ഗെയിംസിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് നിങ്ങളുടെ കുപ്പായത്തിൽ നിങ്ങളുടെ ഡ്രസ്സിൽ എന്താണ്? ചെളി പറ്റാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ ചെളി പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ചെളിയോടുകൂടി നിങ്ങൾ വീട്ടിൽ കയറി സോഫയിലൊക്കെ ഇരുന്നു, അതുപോലെ തന്നെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു, അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ വൃത്തിയുള്ള കുപ്പായം നിങ്ങൾ എന്ത് ചെയ്യണം? ധരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താണ്? കൈയൊക്കെ നല്ലോണം കഴുകണം. അപ്പൊ നമ്മൾ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഗെയിമൊക്കെ കളിക്കുന്നു, പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ചില്ലാവുന്നു. ആ സമയത്ത് നമ്മൾ ഈ മണ്ണിലൊക്കെയാണ് കളിക്കുന്നതെങ്കിൽ ധാരാളം കുഞ്ഞു കുഞ്ഞു നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ധാരാളം കുഞ്ഞു കുഞ്ഞു സൂക്ഷ്മ ജീവികൾ നമ്മുടെ നഖത്തിന്റെ ഇടയിലൊക്കെ വന്നു പറ്റും. അപ്പൊ നമ്മൾ ആ കൈയൊന്നും കഴുകാതെ നമ്മൾ ഫുഡ് കഴിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ സൂക്ഷ്മ ജീവികളൊക്കെ നമ്മുടെ വയറ്റിലെത്തി പിന്നീട് അത് പല പല രോഗത്തിനും കാരണമാകും. അപ്പൊ എന്റെ മക്കള് കൈയൊക്കെ നല്ല രീതിയിൽ കഴുകണം, കൈയും കാലും മുഖമൊക്കെ ക്ലീൻ ആയിട്ട് എന്റെ മക്കൾ എപ്പോഴും സൂക്ഷിക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫുഡ് നല്ല രീതിയിൽ കഴിക്കണം, ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കണം. അത് കൂടുതലും എങ്ങനെയാണ്? ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങിയത് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് തരുന്ന കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെടുന്ന നല്ല രീതിയിലുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കണം. അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പോകുന്ന സമയം പ്രഭാത ഭക്ഷണം ഒരിക്കലും എൻ്റെ മക്കൾ ഒഴിവാക്കരുത് കേട്ടോ. നിങ്ങൾക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ മടിയാണ് എന്ന് മിസ്സിന് അറിയാം. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? രാവിലെ ഫുഡ്
ഉറപ്പായിട്ട് നിങ്ങൾ കഴിക്കണം. ഒരിക്കലും നിങ്ങൾ പ്രഭാത ഭക്ഷണം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അത് മാത്രമാണോ? യെസ്, നമ്മൾ പഠിക്കുന്ന മക്കളാണ്. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാഠഭാഗങ്ങളൊക്കെ പഠിക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ മക്കൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും അല്ലെ? അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഇനി വരാൻ പോകുന്ന എല്ലാ പാഠഭാഗങ്ങളും, അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു കാര്യവും നിങ്ങൾ പിറ്റന്നത്തേക്ക് മാറ്റി വെക്കരുത് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ ഫുൾ കാര്യങ്ങളും നല്ല നല്ല ശീലങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മിസ് പറഞ്ഞതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വെക്കേഷൻ തുടങ്ങി ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ വളർച്ചയിൽ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് എൻ്റെ മക്കൾ വളരണം. അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഈ നല്ല നല്ല ശീലങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.